ഗുഡ് മോർണിംഗ്. നമ്മൾ ഉണ്ണേട്ടൻ ചപ്പാത്തി മുട്ട റോസ്റ്റൊക്കെ തിന്നതിന് കട്ടൻ ചായ. ഒരു ഗുഡ് മോർണിംഗ് പറയും ഉണ്ണേട്ടാ. ഉണ്ണേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നൊരു മഴക്കാറുള്ള ദിവസമാണ്. നമ്മൾ ചപ്പാത്തി 2 എണ്ണമൊക്കെ എടുത്തിട്ടാണ്. മഴ പെയ്യുമ്പോഴത്തേന് നമുക്ക് വിശപ്പിന്റെ വിളി വരികയാണ്. അപ്പൊ നമ്മള് ചപ്പാത്തിയും മുട്ട റോസ്റ്റും കൂട്ടിയിട്ട് കഴിച്ചാലോ? ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ആട് ബിരിയാണിയാണ്. ആട് ബിരിയാണിയിൽ ഉണ്ടാക്കിയ സാലനാണത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതാക്കാനതാ കുക്കറിൽ വേവിച്ചിട്ട് ആക്കാനേ നമുക്കറിയുള്ളൂ. ഇന്നലെ നമ്മൾ നെയ്ച്ചോറും ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കി, പിന്നെ ചിക്കൻ കടായിയൊക്കെ വെച്ച് നല്ല വില കൂടിയ അരി വാങ്ങിയിട്ട് ഉണ്ടയിപ്പോയി. ഇത് നമ്മൾ നല്ല പൊളിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഗൈസ്. ചോറൊക്കെ ഇങ്ങനെ വിടർത്തിയുണ്ട്. നമ്മൾ മരുമകൻ്റെ മുന്നിൽ മാനം കെടുത്തില്ല. എൻ്റെ മോള് ഇപ്പം നന്നായി ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ അമ്മൻ്റെ കൈപ്പുണ്യാണെന്നൊക്കെ പറഞ്ഞാലും യൂട്യൂബാണ് മോളെ അമ്മ എന്നാണ് പറയണത്. യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെയാണ് അവളൊക്കെ പഠിച്ച് ഒക്കെ ശരി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണമെന്നും പോരായല്ല, സൂപ്പർ വറ്റ് നല്ല നെയ്യിലൊക്കെ വറുത്തിട്ട് ഉണ്ടാക്കിയത് അരി. അപ്പോൾ നമുക്കിത് കോരി അങ്ങോട്ട് വെച്ചാലോ? ഇങ്ങോട്ട് വാ ചട്ടി. നമ്മൾ കുഞ്ഞി അടക്കമുള്ള രസം സൗകര്യം കുറവാണ്. ചിക്കൻ പൊരിക്കാനുള്ള എടുത്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാറുണ്ട്. യോ ഇനി നമുക്ക് മുന്തിരി അണ്ടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ചോറ് വേവിച്ചേട്ടാ. നമ്മളെ ചെമ്മീന് പൊട്ടിട്ടോളൂ കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ ആട് ബിരിയാണി ഇവിടെ സെറ്റാണ്. സെറ്റുമസയാണ്. ഇനി നമ്മൾ ഇതിൽ ദമ്മിടും. ഓക്കെ, ബായ്. നമ്മൾ ബിരിയാണീൻ്റെ അകത്ത് അണ്ടിയൊക്കെ വറുത്ത് കോരിയിട്ട് ഇട്ട് അണ്ടി മുന്തിരി. ഓക്കെ, ഇനി ചിക്കൻ പൊരിച്ചാട്ടാ. ഹലോ ഗൈസ്, നമ്മളൊരു കുഞ്ഞച്ചാറ് ഇടാൻ പോവാൻ. നമ്മളെ മാവുമരത്തിൽ നിന്ന് വീണ മാങ്ങ കഷ്ണിച്ച് വെച്ചിട്ട് നമുക്ക് കൂട്ടാനൊരു അച്ചാറ്. ഇപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടോ ഇല്ല. നമ്മളിതിലിടുന്നത് ആദ്യം തന്നെ ഒരു ബോട്ടിൽ കായം. അത് തുളച്ചില്ലെങ്കിൽ നമ്മൾ തുളയ്ക്കുകയാണ്. നമ്മളിതാ ഉള്ളി ഗ്യാസ് കത്തിച്ച് ഉള്ളി വെച്ച് നമ്മൾ എണ്ണ നല്ല അങ്ങോട്ട് കിടക്കട്ടെ. എള്ളെണ്ണ നമുക്ക് അങ്ങോട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ചതച്ചിട്ടൊക്കെയാണ് ഇടണ്ടേ. നമ്മൾ പൊട്ടിക്കാം, കടുക് പൊട്ടിക്കാം. നമ്മളെ വീട്ടിൽ കൂട്ടാനല്ലേ. ലക്ഷ്യ ബേബി എന്താ ചീച്ചി എടുക്കാൻ പോകത്തെ? നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. എന്താ അറിയാം, നമ്മൾ മുളകും പൊടി ഇടാൻ പോവാണ്. കരിഞ്ഞു പോകും. ആഹാ, മുളകും പൊടി. അയ്യോ കരിഞ്ഞു. ഇനി നമുക്ക് വാങ്ങിട്ടെടുത്തേക്കാം. എന്താ ഇത് കരിഞ്ഞു പോവാതെ. നല്ല എരിവും പൂലിയൊക്കെ ഉണ്ടാവട്ടെ നമ്മളെ മാങ്ങൻ്റെ അച്ചാറ്. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് ഇളക്കി കൂട്ടി ഒന്നുമില്ല അതിൽ. നമ്മൾ മാങ്ങയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, പിന്നെ എണ്ണ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ നമ്മൾ സുർക്കൊഴിക്കും, ഉപ്പൊഴിക്കില്ല. കാരണം നമ്മൾ സുർക്ക കടയിലാണ്
നമുക്ക് സുർക്ക തീർന്നിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ സുർക്ക അങ്ങനെ നന്നൊന്നല്ല, മാങ്ങ ഉപ്പൊക്കെ നല്ല ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇച്ചിരി നേരം കുക്കായാൽ മതി. പിന്നെ അത് ചീഞ്ഞോട്ടെ കേട്ടോ, വല്ലാണ്ട് വേവണ്ട അല്ലേ. മാങ്ങ അച്ചാറിടുന്നവരൊന്നും പരമീലങ്ങോട്ട് ഇടുക കേട്ടോ, അത് വേവിക്കൊന്നുമില്ല. എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഉപ്പിട്ട് അങ്ങോട്ട് വെക്കും. ഉപ്പ് മാത്രം ഇട്ടിട്ട് മുറിച്ചിട്ട് വെക്കും. എന്നിട്ട് അടച്ച് വെക്കണം. കുറേ കഴിയുമ്പോൾ അത് എടുത്തതിൻ്റെ ശേഷമാണ് ഇങ്ങനെ കണ്ട കൂട്ടുകളൊക്കെ ചേർത്തി അച്ചാറായി നമുക്ക് ഇവിടെ എത്തുന്നത്. കണ്ടോ, അങ്ങനെ നമ്മൾ അച്ചാറിലേക്ക് മെയിൻ അതിഥി നമ്മളെ കായപ്പൊടിയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. നമ്മളെ വീട്ടിലിരുന്നല്ലേ. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ കുറച്ച് നന്നാക്കി ഇടേനു, പക്ഷേങ്കിലും വെളുത്തുള്ളി ഇതിലിടാൻ മാത്രം ഒന്നുമില്ല. ഇനി ഒരു ചോളയുള്ളൂ, അതെനിക്ക് ആവശ്യമുണ്ടാവും. ഇനി മേടിക്കണം വെളുത്തുള്ളി എൻ്റെ ആവശ്യത്തിനോ. ഇത് കാലിയായി കലാശക്കൊട്ട്. നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി. മാങ്ങിട്ടൊന്ന് നന്നായിട്ട് കുക്കായി. ഇനി ഇത്തിരി കൂടി നമുക്ക് കായപ്പൊടി ഇട്ടതാണ്, കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇത് സുർക്കല്ലാത്തൊന്നും അറിയണേ ഇല്ല കേട്ടോ. നല്ല മാങ്ങയല്ലേ, മാങ്ങൻ്റെ പുളി തന്നെ ഉണ്ട്. പിന്നെ ഈ മെയിൻ അതിഥിയായ നമ്മളെ കായത്തിൻ്റെ കൂടി ടേസ്റ്റും കടുകിൻ്റെ വറവൊക്കെ ആയപ്പോൾ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇളക്കി അടച്ച് മുടി വെച്ച് കുപ്പിയിലാക്കുമ്പോൾ നമ്മൾ മുഖാമുഖം കാണുന്നതായിരിക്കും. ലവ് യു, ഗുഡ് ഈവനിങ്. നമ്മൾ അച്ചാർ കുപ്പിയിലാക്കി യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടോ, സൂപ്പറാട്ടോ അത്. വൗ, ഡെക്സ ബേബി, അമ്മേൻ്റെ അച്ചാർ സൂപ്പറാ പറയും. സൂപ്പറാ പറയടാ. സുർക്കൊന്നും ചേർത്തില്ല കേട്ടോ അതിൽ. സുർക്ക ചേർത്താത്ത അച്ചാറാണ് എനിക്കിഷ്ടം. ഇന്നേക്ക് 3-4 ദിവസമായിട്ട് അച്ചാർ കുപ്പിയിലാക്കിയ വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നുപോയി. അപ്പം ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ നോക്കുമ്പോൾ കുപ്പിയിലാക്കിയ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പം നമ്മൾ എടുത്തതാട്ടോ.